ഇവിടെ എവിടെയോ ആണ് ആ വീട്. ആ ബ്രോക്കറെയാണെങ്കിൽ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. അല്ല, നമുക്ക് അവിടെ ഒന്ന് ചോദിച്ചു നോക്കാം. എന്താ മോനെ, ഇവിടെ ഒരു മുറി വാടകയ്ക്ക് കൊടുക്കാനുണ്ടെന്ന് അറിഞ്ഞിട്ട് വന്നതാ. എവിടെയാണെന്ന് മക്കൾക്കറിയാമോ? ആ എനിക്കറിയാം, മരംവെട്ടുകാരൻ രാമുവിന്റെ മുറിയല്ലേ? അതറിയില്ല. ഈ ഏരിയയിൽ എവിടെയോ ആണെന്നാണ് പറഞ്ഞത്. രാമുവിന്റെ മുറിയാണെങ്കിൽ രാമുവിന്റെ മുറി ഏതെങ്കിലും ഒന്ന് കിട്ടിയേ തീരൂ. അത്രയ്ക്ക് അത്യാവശ്യ. മരംവെട്ടുകാരൻ രാമുവിന്റെ മുറിയോ? അതിന് അയാൾ തന്നെ വാടകയ്ക്ക് ഒരു ചെറിയ മുറിയിലല്ലേ താമസം? പിന്നെ ഏതാ മറ്റൊരു മുറി? അതൊന്നും അല്ല, അയാൾക്കിപ്പോ സ്വന്തമായിട്ട് മുറിയൊക്കെ ഉണ്ട്. കഴിഞ്ഞ ദിവസം മരം വെട്ടാൻ പോയപ്പോ രാമു ഒരു മുഴുത്ത മരം കണ്ടു. അയാളത് ഒറ്റ വെട്ടിന് 2 മുറിയാക്കി. അതിലൊന്ന് അയാൾ താമസിക്കുകയും മറ്റേത് വാടകയ്ക്ക് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. എന്താ, ചേട്ടന് വേണമെങ്കിൽ ഞാനൊന്ന് സംസാരിച്ച് ശരിയാക്കി തരാം. മോനെ, അങ്ങനെയൊന്നും പറയരുത്. വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം. കേട്ടിട്ടില്ലേ? സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. അതൊക്കെ വെറുതെയാണ് അച്ചോ. കഴിഞ്ഞ ദിവസം വെറും 4 നാടൻ ബോംബ് വീട്ടിൽ സൂക്ഷിച്ചതിനാ എന്റെ അമ്മാവനെ പോലീസ് പിടിച്ചത്. ഇപ്പൊ കേസും കോടതിയും ഒക്കെ ആയി മൂപ്പര് നല്ലോണം ദുഃഖിക്കുന്നുണ്ട്. നിന്റെ മൂത്ത അമ്മാവനാണോ വയനാട്ടിൽ എസ്റ്റേറ്റ് ഒക്കെയുള്ള? ആ, മൂപ്പര് തന്നെ. മൂപ്പരകത്തായ സ്ഥിതിക്ക് ഇനി ആ എസ്റ്റേറ്റ് ഒക്കെ ആരാ നോക്കുക? നീ ആ എസ്റ്റേറ്റ് കണ്ടിട്ടുണ്ടോ? പിന്നല്ലാതെ, കഴിഞ്ഞ വെക്കേഷന് ഞാൻ അമ്മാവിന്റെ കൂടെ കാറിൽ എസ്റ്റേറ്റ് മുഴുവൻ ചുറ്റി കണ്ടു. രാവിലെ എസ്റ്റേറ്റിൽ കയറിയതാ, രാത്രിയായിട്ടും എസ്റ്റേറ്റിന്റെ പകുതി പോലും തീർന്നില്ല. ഇത്രയ്ക്ക് സമയോ? അത്രയും വലിയ എസ്റ്റേറ്റാ? എസ്റ്റേറ്റ് വലുതായിട്ടല്ല, കാറ് പഴയതായിട്ടാ. ഇപ്പൊ മൂപ്പര ആ കാർ ഇരുമ്പ് വിലക്ക് തൂക്കി വിറ്റു. ഇന്ന് ശക്തിയായ മഴയുണ്ടാവുമെന്ന് പത്രത്തിലുണ്ട്. ലക്ഷണം കണ്ടിട്ട് നല്ല ഇടിയും മിന്നലും ഉണ്ടാവുമെന്ന് തോന്നുന്നു. വേഗം വീട്ടിൽ പോകാൻ നോക്ക്. അച്ഛൻ പേടിക്കണ്ട അച്ചോ, ഇനി മുതൽ ഇടി ഉണ്ടാവില്ല, മിന്നല് മാത്രമേ ഉണ്ടാവൂ. അതെന്താ? അച്ഛൻ പത്രത്തിൽ വായിച്ചില്ലേ, ഇടി മിന്നലേറ്റ് മരിച്ചൂന്ന്? മോനെ, അങ്ങനെയല്ല. 2 പേർ ഇടിമിന്നലേറ്റ് മരിച്ചു എന്നാണ്. എന്തായാലും എന്താ, ഇപ്പോൾ ഇടി മിന്നലേറ്റ് മരിച്ചില്ലേ? ഇനിയും ഇവിടെ ഇരുന്നാൽ എനിക്ക് കുർബാനയ്ക്ക് പള്ളിയിലെത്താൻ കഴിയില്ല. എന്റെ കർത്താവേ, ഇത് വർക്ക് ചെയ്യുന്നില്ലല്ലോ. മോനെ ടിൻഡു, ഇപ്പോ സമയം എന്തായി? അച്ഛൻ വലിയ ബുദ്ധിമാനല്ലേ, ഈ വാച്ച് നോക്കിയൊന്ന് സമയം പറഞ്ഞേ. മോനെ, സമയം പറയണമെങ്കിൽ മിനിമം ചെറിയ സൂചിയും വലിയ സൂചിയും എവിടെയാണെന്നെങ്കിലും അറിയണം. അത് ഞാൻ പറഞ്ഞു തരാം. ചെറിയ സൂചി എന്റെ വീടിന്റെ കിണറ്റിലുണ്ട്, വലിയ സൂചി അരിച്ചാക്കിലും. ഇനി പറ.